ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞെന്ത് ചെയ്യും? വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇനി അമ്മമാരാകാൻ പോകുന്നവർക്ക് വേണ്ടി, രണ്ട് ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട്. പ്രഗ്നൻസിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസിയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച്? നിങ്ങളുടെ ജീവിതത്തെ ഇനി എങ്ങനെ പോകണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഓട്ടിസം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്രോമസോമൽ ഡിസീസുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കൗൺസിലിംഗ് സെക്ഷൻ, ഇന്ന ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് ചിന്തിച്ചിട്ടൊന്നും അല്ല അപ്പം ഞാനായാലും ഒരു പ്രഗ്നൻസിയിലോട്ട് പോയത്. പക്ഷേ ഇത്തരത്തിലൊരു സൈഡ് ഉണ്ട് എന്ന് ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് ബോധവൽക്കരണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഇപ്പം മെഡിക്കൽ പരമായിട്ട് അത്രയും അറിവുള്ളവരാവണമെന്നില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലെ ടെസ്റ്റുകൾ നിർബന്ധമാക്കുന്നില്ല? എന്നെപ്പോലുള്ള എല്ലാ മാതാപിതാക്കളുടെ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞെന്ത് ചെയ്യും? ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിന് ഒരു വ്യക്തമായ ഒരു ഐഡിയ സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള പേരൻസിന് കിട്ടണം. അഥവാ ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ ആ സ്കീമുകളെക്കുറിച്ച് അറിയണം. അഥവാ അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഒരു സൊല്യൂഷൻ വേണം. അപ്പോൾ ആരെങ്കിലും, ഇപ്പം ഞാൻ ഈ അനുഭവസ്ഥ ആയതുകൊണ്ട് എനിക്കിത് പറയാൻ എനിക്ക് അർഹതയുണ്ട്. ഇതൊക്കെയായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ചെന്നാൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം. ഇപ്പോൾ ഒരു വീഡിയോയിൽ മാത്രമേ ഇത് ഒതുക്കി നിർത്താൻ പറ്റില്ല. എങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ വളരെ വലിയൊരു കാര്യമാണ്.